റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സ്വാതന്ത്ര്യപ്പെടുത്തുക അസാധ്യം, എന്നതാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 18-ാം തിരുവചനം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഉണ്ണിയേശുവിനെ വധിക്കുവാൻ തീരുമാനമെടുത്ത ഹെറോദോസ് ബത്ലഹേമിലെ 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കുവാൻ ഉത്തരവിട്ടു. അപ്രകാരം ക്രിസ്തുവിനെ പ്രതി കൊല്ലപ്പെട്ട ആ നിഷ്കളങ്ക പൈതങ്ങളെയും അവരുടെ അമ്മമാരെയും തിരുസഭ ഇന്ന് അനുസ്മരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ തിരസ്കരണത്തിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും ഒക്കെ വേദനകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. എന്നാൽ ഈ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള ഉപകരണങ്ങളായി വാർത്തെടുക്കുകയായിരുന്നു എന്ന ബോധ്യത്തിലേക്ക് നാം വളരണം. ഹെറോദോസിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഇന്ന് യുദ്ധങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയും പകർച്ചവ്യാധികളും രോഗങ്ങളും മൂലവും ഗർഭചിത്തത്തിലൂടെയും ജനിച്ചവരും ജനിക്കേണ്ടവരുമായിരുന്ന അനേക കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. രക്ഷകനായ ക്രിസ്തുവിന്റെ വക്താക്കളായ നമ്മൾ കഴിഞ്ഞുപോയതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുവാൻ കഴിയുന്ന ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ട ആത്മീയ കൃപകൾ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.